ഒരു മത്തങ്ങ കറി ഉണ്ടാക്കാം. ഒരു കഷ്ണം മത്തങ്ങ എടുത്ത് മുറിച്ച് മാറ്റി വയ്ക്കാം. ഇനി കുക്കറിലേക്ക് 1/4 കപ്പ് വൻപയർ കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു പച്ചമുളക്, 4 വെളുത്തുള്ളി, ഒരു കഷ്ണം സവോള, ചെറിയൊരു കഷ്ണം ഇഞ്ചി. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളിയാണ് നല്ലത്. ഇനി അതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കാം. മൂക്കാത്ത മത്തങ്ങയാണെങ്കിൽ തോല് ചെത്താതെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. 5-6 ആവി വന്ന ശേഷം കുക്കർ തുറന്നു നോക്കി അതിലേക്ക് മത്തങ്ങ ഇട്ട് കൊടുക്കാം. പയർ ശരിക്കും വെന്തിട്ടില്ല. ഇനി അതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ കുറേ വെള്ളമൊഴിക്കുന്നത് അതിലുള്ള വെള്ളം പെട്ടെന്ന് വറ്റിപ്പോകും. അപ്പോൾ അടിയിൽ പിടിച്ചു പോകും. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് ഒന്ന് ഇളക്കിയ ശേഷം മൂടി വെച്ച് 4 ആവി വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി 3 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്ത് അതിലേക്ക് 1 നുള്ളി ജീരകവും 3 ചെറിയ ചുവന്നുള്ളിയും കൂടി ഇട്ട് ഒന്ന് അരച്ചെടുക്കാം. മത്തങ്ങ നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണമുള്ള ഒരു പച്ചക്കറിയാണ്. ഇനി കുക്കർ തുറന്നു നോക്കാം. മത്തങ്ങയും പയറുമെല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി നോക്കാം. മത്തങ്ങ ഒന്ന് ചെറുതായി ഉടച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം. ഇനി തേങ്ങ അരച്ചത് ഒഴിച്ച ശേഷം ജാറ് കഴുകി 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് നല്ലതുപോലെ തിളയ്ക്കണം. ജീരകത്തിൻ്റെ പച്ചച്ചുവ മാറാനാണ് ഇത്. മൂത്ത മത്തങ്ങ എടുത്ത് പായസം വെച്ച് നോക്കൂ. സൂപ്പർ പായസമായിരിക്കും. ഇങ്ങനെ മത്തങ്ങ കൊണ്ട് പല രീതിയിലുള്ള വിഭവങ്ങളും ഉണ്ടാക്കി നോക്കൂ. നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ കിട്ടും. ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് ഇളക്കിയ ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിന് മുകളിലായി കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് ഒന്ന് വറുത്തിടുക കൂടി ചെയ്യാം.